കല്യാണം കഴിയാത്തവരും കല്യാണം കഴിഞ്ഞവരും ഓടിപ്പോയില്ല കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിയേ നമ്മുടെ വടക്കഞ്ചേരി ഭാഗത്തെത്തിയപ്പോൾ ചായ കുടിക്കാൻ ഒതുക്കിയതാണ് വണ്ടി. ഒരു ചെറുപ്പക്കാരൻ ഒരു കടയിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഉസ്താദേ, ഞാൻ റസാ വ്ളോഗ്സ് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷം. ഉസ്താദ് ദുആ ചെയ്യണം. ഒരു സമാധാനമില്ല, അകപ്പാടെ ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? പെണ്ണ് കിട്ടാനില്ല ഉസ്താദേ. എന്തോരം പെണ്ണ് കണ്ടു എന്നറിയോ, ഒരെണ്ണം പോലും ശരിയാവണില്ല. എനിക്കൊരു ദുആ പറഞ്ഞു തരുമോ? പെണ്ണ് കിട്ടാനില്ല എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളതൊരു കൊമേഡിയായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണം ആഗ്രഹിച്ച് ചോദിച്ചതായിരിക്കാം, അല്ലേ? നമ്മുടെ മനസ്സിലൊരാഗ്രഹമാണ്, ഹലാലായ രീതിയിൽ ഒരു ഇണയെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു ആഗ്രഹത്തെ തേടുകയല്ലേ. അള്ളാഹു അത് നിറവേറ്റി തരട്ടെ. ഇനി പെണ്ണ് കിട്ടാത്തവരുണ്ട്, ആണ് കിട്ടാത്തവരുണ്ട്. അതിന് പറ്റിയൊരു ദുആ ഉണ്ടോ ശരിക്കും? ഖുർആനിലെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലെ എല്ലാ നന്മകളും നീ എനിക്ക് തരണേ പടച്ചോനെ, എല്ലാം നല്ലതും തരണേ എന്നാണ്. അതിന് ചില മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞത് നല്ല ഇണയെ തരണേ എന്നാണ്. അപ്പോൾ കല്യാണം കഴിയാത്ത ആണിന് കല്യാണം കഴിയാത്ത പെണ്ണിനും ഒക്കെ അത് വരക്കാം, അല്ലേ? പടച്ചോനെ, ഞങ്ങൾക്ക് നല്ലൊരു ഇണയെ തരണേ. ആ നീയത്തിൽ ഈ പ്രാർത്ഥന ഖുർആനികമായ ദുആ അല്ലേ? മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. ഇനി പെണ്ണ് കെട്ടിയവരാണെങ്കിൽ ഇണകൾ നന്നാകാനും ഈ ദുആ മതിയെന്നാണ്. അപ്പം മനസ്സറിഞ്ഞ് അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹു തരൂലേ? അള്ളാഹു ഖൈറായ, അവൻ തൃപ്തിപ്പെടുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.